എനിക്ക് രണ്ട് ആമക്കളാവുന്നത്. നാളെ അവർക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് പറ്റുമോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും അങ്ങനെ ആണിന്റെ വേദനയും പ്രശ്നം പറയുമ്പോൾ ആൾക്കാര് കളിയാക്കുകയും ഇവരെല്ലാം പീഡകന്മാർക്ക് വേണ്ടി എന്ന് പറയാറുണ്ട്. നാളെ നിങ്ങളുടെ കുട്ടികളോ മറ്റോ +2 പഠിക്കുകയാണ്. അങ്ങനെ +2 പഠിക്കുമ്പോൾ അവർക്കൊരു അഫയറോ ഇഷ്ടം ഉണ്ടായി, മറ്റേ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒരു പോക്സോ കൊണ്ട് കൊടുത്തു. അങ്ങനെ 20 വർഷം കെട്ടിക്കിടക്കുന്ന ആൾക്കാർ നമ്മുടെ ജയിലിലുണ്ട്. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ നേരിട്ട് കണ്ടതാണ്. അതായത് +1ലും +2ലും പഠിക്കുന്നു, രണ്ട് കുട്ടികൾക്കും പരസ്പരം ഇഷ്ടമാണ്, അവർക്ക് കുറച്ച് ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല, പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൊണ്ട് പോലീസ് കേസ് കൊടുത്തു. പയ്യൻ 20 വർഷം കോടതി അടിച്ചു കൊടുത്തു. 20 വർഷം, അതായത് ഒരുത്തനെ കൊന്നാ കിട്ടുന്നതിനെക്കാട്ട് കൂടുതൽ വർഷം. ഉള്ളിൽ തട്ടി കരയണതാണ്, അല്ലാതെ ഒരു ഫേക്ക് കരച്ചിലായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം നമ്മൾ ഒരുപാട് റിയാക്ട് ചെയ്തിരുന്നു. പുള്ളിയുടെ ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഈ രീതിയിലുള്ളത് അദ്ദേഹം ശരിക്കും അത് ഉള്ളിൽ തട്ടി തന്നെ പറഞ്ഞാണ്. കാരണം ഈ ഇടയ്ക്ക് എങ്ങാണ്ടാണ് ഒരു 2 കേസസ് വന്നിരുന്നു. ഒരാൾ സ്കൂൾ കുട്ടി ഒരു പ്യൂണിനോ മറ്റേ ഇതേത് വിദ്യാർത്ഥിനി കേസ് കൊടുത്ത് ഒരു 14 വർഷമോ 20 വർഷം കണ്ട് ജയിലിൽ കിടന്ന നിരപരാധിയായിരുന്നു. ശേഷം അയാൾ വിട്ടടഞ്ഞു. പിന്നെ അതിനും വർഷങ്ങൾക്ക് മുമ്പേ ഏതോ ഒരു ആദിവാസി യുവാവ് എങ്ങാണ്ട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് പറഞ്ഞ് അതിനെതിരെ ആരോ കേസ് കൊണ്ടു കൊടുത്തു. അദ്ദേഹം നിരപരാധിയായിരുന്നു. അത് വർഷങ്ങൾ കഴിഞ്ഞിറങ്ങി. അതിനിടയിൽ ഈ ഇടയ്ക്ക് എങ്ങാണ്ട് തന്നെ ഏതോ വ്യാജ പീഡന പരാതി കൊടുത്തു. എന്നിട്ട് അയാൾ നാട്ടിലേക്ക് എങ്ങാണ്ട് ഇറങ്ങി. ഈ അടുത്ത അയാളെ കണ്ട, എന്നിട്ട് വീടും ഇല്ല, അച്ഛനും അമ്മയൊക്കെ അങ്ങ് മരിച്ചുപോയി. ജീവിതകാലം മുഴുവൻ അയാൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. നിരപരാധിയായിരുന്നു. പീഡന കേസ് എങ്ങാണ്ട് വ്യാജം കൊടുത്തു. ഇതുപോലെ ഒരാൾ, എല്ലാവരും പീഡന കേസിലും എല്ലാവരും പ്രതികളാവണമെന്നില്ല, ചിലവരൊക്കെ പെടുത്തുന്നവരും ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ആൺപെണ്ണ് എന്ന് വെച്ചാൽ ആരും മുകളിലല്ല, ആരും താഴെയല്ല, ഒരു ഈക്വാലിറ്റി വേണം. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വനിതാ കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞൊരു പെൺകുട്ടി പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ പ്രതിയാവും. പക്ഷേ എന്ന് വെച്ച് ആണുങ്ങൾ രക്ഷപ്പെടാനുള്ള വഴിയായിട്ട് ഒരിക്കലും വിചാരിച്ചേക്കരുത്. തീർച്ചയായിട്ടും ഇദ്ദേഹം പറയുന്നതിലും ഒരു പുരുഷ കമ്മീഷൻ, പിന്നീട് അദ്ദേഹത്തെ റെസ്പെക്റ്റ് തോന്നിയത് ഒരിക്കലും സ്ത്രീകളെ താഴ്ത്തിക്കൊണ്ടല്ല. ഇപ്പോൾ മറ്റേ ബലാത്സംഗം ചെയ്യണ എൻ്റെ ഒരു വീഡിയോ മറ്റേ പുള്ളി അങ്ങോട്ട് എന്താ നിർദ്ദേശിച്ചൊരു സ്ഥാനാർത്ഥിയും കണ്ട് അതിനൊക്കെ പുള്ളി തള്ളിപ്പറയായി. ഒരിക്കലും സ്ത്രീകളെ അടിച്ചു താഴ്ത്തുന്നതല്ല.